ഹലോ ഹായ്. എത്രയൊക്കെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാലും ചില വീഡിയോസ് കാണുമ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കാൻ തോന്നിപ്പോകും. അതുപോലത്തെ ഒരു വീഡിയോസാണ് ഇന്നലെ കണ്ടത്. ഒരു തിരുവനന്തപുരത്തുകാരൻ, അയാൾ ഭാര്യയ്ക്ക് കുറച്ച് സ്ഥലമുണ്ടായി. ആ സ്ഥലത്ത് അയാൾ 1 കോടി രൂപ ചിലവാക്കി വീട് വെച്ച് പാല് കാച്ചി നടത്തി. ഒരുപാട് സാധനങ്ങളൊക്കെ അയാൾക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടി. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്നലെ അയാൾ വീഡിയോയിൽ പറയണു, നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ മരിച്ചിരിക്കും, മരിക്കണേണെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ല. ആ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനസ്സ് കട്ടിയില്ലാത്തവർക്കൊന്നും ആ വീഡിയോ കാണാൻ പറ്റില്ല. കാരണം അത്രയും അയാൾ കരയുന്നുണ്ട്. അയാളെ ഭാര്യയ്ക്ക് വേറെ ഒരാളുമായി അഫെയറായിട്ട് അയാളെ കൂടെ പോയി ജീവിക്കാനും വേണ്ടി ഇയാളെ കള്ളക്കേസ് കുടുക്കി. ഇയാൾക്ക് ഒരുപാട് കടബാധ്യതകൾ വന്നു. ഇന്നലെ ഞാൻ കണ്ടേണ് ആ വീഡിയോ. പക്ഷേ ഇന്ന് നേരം വെളുത്തപ്പോൾ അയാൾ മരിച്ച്. അയാൾ ആ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. എനിക്ക് ചോദിക്കാനുള്ള സ്ത്രീകളോടാണ്, ഈ സ്ത്രീകൾക്കൊക്കെ ഇതെന്താ പറ്റണത്? എല്ലാ സ്ത്രീകളും ഇല്ല കേട്ടോ. ഒരുപാട് സ്ത്രീകൾ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഭർത്താക്കന്മാരെ ഇടികൊണ്ടും തൊടി കൊണ്ടൊക്കെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരുപാട് സ്ത്രീകളുള്ള നാടാണ് നമ്മളെ നാട്. പക്ഷെ അവരൊന്നും മക്കളെറിഞ്ഞിട്ട് കൊടുത്തിട്ട് അന്യപുരുഷൻ്റെ സ്നേഹത്തിന് വേണ്ടി അന്യപുരുഷൻ്റെ കൂടെ ജീവിക്കാനും വേണ്ടി ഒന്നും പോയിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഭർത്താക്കന്മാർ മരിച്ചുപോയ സ്ത്രീകൾ വരെ ഇപ്പോഴും ഒരാണിൻ്റെ സഹായം ഇല്ലാണ്ട് ജീവിക്കണവരുണ്ട്. എന്താണ് ഈ സ്ത്രീകൾക്ക് പറ്റണത്? ഒരു കുടുംബം നല്ലോണമൊക്കെ ജീവിച്ചിരിക്കണം. കുടുംബത്തിൽ ചെന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ സ്ത്രീകളുടെയും കുടുംബജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീകൾ തന്നെയാണ്, പുരുഷന്മാരും കൂടെ തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോണ പുരുഷന്മാർ ചിലപ്പോൾ ഭാര്യനോട് ചോദിക്കൂലായിരിക്കും, കുളിച്ചാ കഴിച്ചാ. അവർക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ലോൺ എടുത്ത് വീട് വെച്ചാൽ മക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ, അങ്ങനെ പല കാരണങ്ങളാൽ തല പുകഞ്ഞ് നടക്കുന്ന പുരുഷന്മാരായിരിക്കും കൂടുതലും, അല്ലേ? ചില വീട്ടിൽ സ്ത്രീകൾ ജോലിക്ക് പോകാത്ത സ്ത്രീകളുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭർത്താക്കന്മാരൊന്ന് ചോദിക്കാൻ വിട്ടുപോകുകയായിരിക്കും. അപ്പോൾ അടുത്ത് മൂന്നാമതൊരാൾ കയറും, വില്ലൻ വരും. വില്ലൻ വന്നിട്ട് ചോദിക്കണം എന്താണ്, നീ കുളിച്ചോ, നീ തല തൂത്തോ, തലയിൽ വെള്ളം വെക്കല്ലേ, ചായ കുടിക്കണം, സമയത്തിന് കഴിക്കണം, എൻ്റെ പൊന്നു ക്ഷീണിച്ചു എന്നൊക്കെ പറയാനായിട്ട് ഒരാൾ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഈ ഭർത്താവിന് ഏത് നേരവും കുറ്റൊരുക്കണം. ഇത്രയും നല്ല സ്നേഹത്തോടെ നോക്കിയ ഭർത്താവിനും പിന്നെ ഈ മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ കുറ്റങ്ങളായിരിക്കുള്ളൂ. പിന്നെ ഭർത്താവിൻ്റെ അനിയൻ പീഡിപ്പിച്ച്, ചേട്ടൻ പീഡിപ്പിച്ച്, അച്ഛൻ പീഡിപ്പിച്ച്, ബാപ്പ പീഡിപ്പിച്ച്, ഇതൊക്കെ ആയിരിക്കുള്ളൂ മിക്ക കുടുംബത്തിനും സംഭവിക്കുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള, ഈ മക്കളെയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് കൊടുത്തിട്ട് പോയിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എത്രത്തോളം സന്തോഷത്തിൽ ജീവിക്കും. പക്ഷെ നമുക്ക് എന്നും ഈ ആരോഗ്യം ഈ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മളെ പൊന്നെ കരളേന്ന് വിളിച്ച ഒരുത്തനും നമ്മളെ കൂടെ കാണൂല. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഈ മക്കളെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച് പോണ പെണ്ണുങ്ങളോടാണ്. വേറെ കൊച്ചു പിള്ളേരോടല്ല എനിക്ക് പറയാനുള്ളത്. ഈ തള്ളമാരുണ്ടല്ല, മക്കളെ പ്രസവിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരുത്തനെ കാണുമ്പോൾ അവൻ്റെ കൂടെ പോണ പെണ്ണുങ്ങളോട് ആണുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. മുകളിൽ ഒരാളുണ്ട്, ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ. അവരാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത്.